സകല മനുഷ്യർക്കും ഹാല്യാസ്തോത്രം രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. അപ്പോ രക്ഷാകരമായ ദൈവകൃപ ഉദിക്കുക, അതായത് പുറപ്പെട്ടു വരിക. അതായത് ഹാല്യാസ്തോത്രം ചെയ്യുന്നു, എവിടെയോ മറഞ്ഞിരുന്ന സൂര്യൻ രാവിലെ എന്ത് ചെയ്തു? അല്ല, നമുക്ക് ഉദിച്ചു വരുന്നത് പോലെ ദൈവകൃപ നമുക്ക് ഉദിച്ചുവല്ലോ. ഹാല്യാസ്തോത്രം. പഴയ നിയമത്തിലെ ഒരു വാക്യം കൂടെ വായിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ദൈവമക്കളെ, രണ്ട് പട്ടണങ്ങൾ എങ്ങനെ ഇരിക്കുകയാണ്? തിമിരം ബാധിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, കണ്ണിൽ തിമിരം വന്നാൽ കാഴ്ച നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവം. ഈ കാഴ്ച നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ദേശത്ത് ദൈവത്തിൻ്റെ ഹാല്യാസ്തോത്രം ദൈവം രക്ഷാകരമായ ഒരു ദൈവകൃപ ഉദിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. സെബൂൺ ദേശക്കാർക്കുള്ള അനുഗ്രഹം നിങ്ങളൊന്ന് വായിക്കണം. ഉൽപ്പത്തി പുസ്തകം, ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു, അതിനകത്ത് അവൻ്റെ അനുഗ്രഹം എത്രാം വാക്യം? 13-ാം വാക്യം. അപ്പോ സെബൂൺ ദേശം എന്ന് പറയുന്ന കടപ്പുറത്ത് പാർക്കുന്നവരാ. അവർക്ക് എന്ത് പറ്റി കിടക്കുകയാണ്? കണ്ണിൽ തിമിരം പിടിച്ച് ഇരിക്കുകയാണ്. ആ തിമിരം പിടിച്ചിരിക്കുന്നതുകൊണ്ട് അവർ കഷ്ടതയിലായി. 1. 2, ഹീനത അവർക്ക് വന്നു. കാരണം നമ്മൾ ഈ തിമിരമെന്ന് പറയുമ്പോൾ നമ്മളെ കണ്ണിൽ ഉള്ളതാണോ? രണ്ടാമത് വന്ന് കയറിയ ഒരു ആത്മാവ്. ദൈവം എപ്പോഴും രോഗത്തെക്കുറിച്ച് പറയുന്നത് രോഗാത്മാവ്. അത് രോഗമല്ല, രോഗം വരുത്തുന്ന ഒരാത്മാവ്. അപ്പോൾ കടപ്പുറത്തുള്ളവരെയൊക്കെ പിടിച്ചു കിടക്കുന്ന എന്താണ്? ഒരാത്മാവ് പിടിച്ചു കിടക്കുകയാണ്. ആ ആത്മാവ് ഉള്ളിടത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ കടപ്പുറത്ത് കിടക്കുന്നവരുടെ സംസാരം? എന്നെങ്കിലും അവരൊരു നല്ല ഭാഷ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ദൈവമക്കളാണ്. അപ്പൊ അവരിൽ പിടിച്ചു കിടക്കുന്ന ആത്മാവെന്ന് പറയുന്നത് പോഷ്കിന്റെ ആത്മാവ്. ഈ പോഷ്കിന്റെ ആത്മാവെന്ന് പറയുന്നത് ആരെന്ത് പറഞ്ഞാലും അവരെന്ത് ചെയ്യും? വിശ്വസിക്കും. ആ ആത്മാവ് അവരിൽ പിടിച്ചു കിടക്കുന്നതുകൊണ്ട് നിങ്ങൾ നോക്ക്, സാമ്പത്തികമില്ലാത്തത് കൊണ്ടല്ല. അവർ ഡെയിലി പോയിട്ട് വരുന്ന കടപ്പുറത്തുള്ള നന്മ കിട്ടിയാൽ അവർക്കുള്ള നന്മ. പക്ഷെ അവരുടെ വീടുകൾ നിങ്ങൾ നോക്ക്, അവരൊരിക്കലും ഹാല്യാസ്തോത്രം ചെയ്യുന്നു മറ്റൊരു പ്രദേശത്തേക്ക് പോയി അവർ വീട് വാങ്ങൂല. അവരെവിടെ വാങ്ങൂ? കടൽ തീരത്തെ വാങ്ങുള്ളൂ. കാരണം എന്താണ്? അവർക്കിങ്ങനെ ഒന്നിച്ച് കിടന്ന് ഈ പോഷ്കിന്റെ ആത്മാവിൽ പിടിക്കപ്പെട്ട ആ പോഷ്കിന്റെ ജീവിതമാണ് അവർ ആഗ്രഹിക്കുന്നത്. പണമുള്ളവനും ദൂരോട്ട് പോയി എന്ത് ചെയ്യില്ല. ഇപ്പം വായിക്കണല്ലേ? ഹാല്യാസ്തോത്രം ചെയ്യുന്നു. അത് അവരുടെ ഒരു നേച്ചറായി മാറി. അതേസമയം വിദ്യാഭ്യാസം അവരിലേക്ക് വന്നെങ്കിൽ, അവരിലേക്ക് ഒരു ദൈവാത്മാവിൻ്റെ പരിവർത്തനം വന്നെങ്കിൽ അവരെന്ത് ചെയ്യുമായിരുന്നു? അങ്ങനെ വന്നവരായിരിക്കണം ഇപ്പോഴെന്ത് ചെയ്യുന്നത്? മാറിപ്പാർക്കുന്നത്.
അത് ഹല്ലേലൂയ കർത്താവിൻ്റെ വരവ് വരെ, കർത്താവിൻ്റെ കൃപ അവരിൽ ലഭിക്കുന്നത് വരെ അവരെവിടെ തന്നെ കിടക്കും? കടൽക്കരയിൽ കിടക്കും. അത് മാത്രമല്ല, അവരുടെ ജീവിതം എന്ന് ഇരുട്ടിലായിരിക്കും. അവർക്ക് ദൈവകൃപ ഇല്ല. 2 നഫ്താലി വായിച്ച 21 ഉൽപ്പത്തി 49:21. നോക്കണമേ, നഫ്താലി എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമുള്ള പേടമാന. അവർക്ക് എന്തില്ല? അടിമത്വം ഇല്ല. അവരെപ്പോഴും സ്വാതന്ത്ര്യം ദൈവം അനുവദിച്ചു കൊടുത്തിരിക്കുന്നത് അവർക്ക്. പക്ഷെ ഇന്ന് കർത്താവിൻ്റെ വരവിന് മുമ്പ് അവർ എങ്ങനെ ആയിരിക്കുന്നു? ഹീനതയിലും തിമിരം ബാധിച്ചു. ഇവിടെ ഒരു വെളിച്ചം ആവശ്യമാണ്. ഇന്ന് പകൽക്കാലം നമ്മുടെ സഭാ കുടുംബങ്ങളിൽ ഈ വെളിച്ചം ആവശ്യമാണ്. കാണേണ്ടത് നേരെ കാണാൻ, നമ്മുടെ ജീവിതത്തെ നേരെ കാണാൻ, നമ്മുടെ വഴികളെ നേരെ കാണാൻ, നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന കഷ്ടതയ്ക്ക് പിന്നിൽ വ്യാപരിക്കുന്ന ആത്മാവിനെ കാണാൻ നമുക്ക് എന്ത് ആവശ്യമാണ്? വെളിച്ചം, ദൈവകൃപ ആവശ്യമാണ്. അല്ല, ദൈവകൃപ ആവശ്യമാണ്. ഇത് നമുക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളെ കണ്ണിൽ നമ്മൾ ഇന്നും ഇരുട്ട് കയറി, അല്ല തിമിരം ബാധിച്ച് നമ്മൾ ഇന്നും അടിമത്വത്തിൽ ഇരിക്കുന്നു. ഈ അടിമത്വത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനായിട്ടാണ് അല്ല മത്തായി സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം. അതിൻ്റെ മുകളിൽ നഫ്താലിയിലും സെബൂളിലും നോക്കണമേ, കർത്താവ് സ്നാനപ്പെട്ട് കഴിഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇങ്ങോട്ട് ശിഷ്യന്മാരെ വിളിക്കാൻ വരുമ്പോൾ ആദ്യം പോയി വിളിച്ചത് ഗലീല എന്ന പട്ടണത്തിൽ ഹല്ലേലൂയ സ്തോത്രം കടൽക്കരയിൽ കിടക്കുന്നവരെയാ. കാരണം ഇവർക്ക് എന്ത് ചെയ്യണം? ഒരു വെളിച്ചം. ഇവർ ഹീനതയിലാണ്, ഇവർക്ക് ശരിയായ കാഴ്ചപ്പാടില്ല. ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുന്നതിന് മുമ്പേ കർത്താവ് ആ പട്ടണത്തിലേക്കാ പോയത്. കാരണം ഇവർ ആത്മീയ മരണം ഇവരുടെ ജീവിതത്തിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മീയ മരണം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ ഇടയിൽ പത്രോസ് എന്ത് ചെയ്യുകയാണ്? വല കഴുകുകയാണ്. എന്ന് പറഞ്ഞാൽ രാത്രി മുഴുവനും അധ്വാനിക്കാൻ പോയിട്ട് ഒരു നന്മ വീട്ടുകാർക്കുണ്ടാക്കാൻ കഴിയാതെ, വീട്ടുകാരുടെ തലമുറയ്ക്ക് ഒരു ശേഷിപ്പ് വയ്ക്കാൻ കഴിയാതെ, അല്ല വലയിനകത്ത് ഒന്നും കിട്ടാതെ അവൻ എന്ത് ചെയ്യാണ്? വല കഴുകിക്കൊണ്ടിരിക്കുന്ന അനുഭവം. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിലും ഇതേപോലെ ഇതുവരെ അധ്വാനിച്ചിട്ടും ഒന്നും സമ്പാദിക്കാൻ കഴിയാതെ, ഒന്നും ഒരു ശേഷിപ്പ് മാറ്റിവെക്കാൻ കഴിയാതെ വല കഴുകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ദൈവകൃപ ഉദിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. വല കഴുകിക്കൊണ്ടിരിക്കുന്ന അനുഭവം. 2, അപ്പനും മക്കളും കൂടെ വല നന്നാക്കിക്കൊണ്ടിരിക്കുന്ന അനുഭവം, ചോർച്ചയുള്ള അനുഭവം. കേറുന്ന മീന് പോലും ആ വലയ്ക്കകത്ത് നിൽക്കാതെ അത് ഒഴുകിപ്പോകുന്ന അനുഭവം. ഈ 2 അനുഭവങ്ങൾ അനുഗ്രഹം പ്രാപിച്ച ദൈവമക്കളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരുമ്പോൾ അല്ല ദൈവകൃപ ഉദിക്കാൻ, ദൈവകൃപയുടെ മഹത്വം ഉദിക്കാൻ, രക്ഷാകാരമായിരിക്കുന്ന ദൈവകൃപ നമ്മളിൽ ഉദിക്കാൻ നമ്മൾ ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നവരാകണം. 3, ഹല്ലേലൂയ സ്തോത്രം. ഇതെങ്ങനെ ലഭിക്കും? എങ്ങനെ ലഭിക്കും?
അത് സങ്കീർത്തനം 20-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ അത് വായിച്ചേ. ആ ആ നോക്കണമേ, ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ദൈവനാമത്തിന് വേണ്ടി ചെലവിടുന്ന കടപ്പുറത്ത് പാർക്കുന്നവരാ. അവരുടെ പള്ളികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതേപോലെ ഒരു പള്ളി എവിടെയെങ്കിലും ഉണ്ടോ? അപ്പോൾ അവർ എന്തുമാത്രം ഈ രാത്രി കടലിൽ പെയ്യിട്ട് വന്ന് അച്ഛന്മാർ പറയുന്നത് പോലെ അച്ഛന്മാർക്ക് ദശാംശം കൊടുക്കണം, കായ് കൊടുക്കണം. ഒരു കുട്ട മീൻ വിറ്റ് അതിൻ്റെ നന്മ വന്നാൽ അതിൻ്റെ ദശാംശം കൊടുക്കണം, പള്ളിക്ക് കൊടുക്കണം. അടുത്തിന് ഈ കുട്ട മീൻ ലേലം ചെയ്യുമ്പോൾ പള്ളി പൈസ എന്ന് പറഞ്ഞ് 20 വീതം ഒരു കുട്ട മീനിന് മാറ്റ്, പിന്നെ വാങ്ങുന്നവൻ കൊടുക്കണം. ഇതെല്ലാം എവിടെയാണ്? ആരുടെ അധ്വാനം? കടപ്പുറത്തുള്ളവരുടെ അധ്വാനം. ആരുടെ കയ്യിലെത്തുന്നു? പുരോഹിതന്റെ കയ്യിലെത്തുന്നു. പുരോഹിതന്റെ കയ്യിലെത്തുമ്പോ ഇവിടെ പറയുന്ന വാക്ക് കണ്ട, ഒന്നുകൂടെ വായിച്ചത് 2-ാം വാക്യം. അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന്. മനസ്സിലായ? അപ്പൊ നമുക്ക് വരുന്ന സഹായം എല്ലാം എവിടുന്ന്? വിശുദ്ധ മന്ദിരത്തിൽ നിന്ന്. വിശുദ്ധ മന്ദിരം എന്ന് പറയുന്നത് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ക്രിസ്തുവിന്റെ ശരീരം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1:22 ഇത് മറിക്കാതെ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 22-23 വാക്യങ്ങൾ വായിക്കുമ്പോൾ വേഗത്തിൽ വായിക്കും. കണ്ട, അവന്റെ ശരീരം എന്താണ്? സഭയാണ്. വേറൊന്ന്, എല്ലാ കുറവുകളെയും നികത്തുന്നതാണ്. മനസ്സിലായി? എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരം. അപ്പോൾ എന്ത് കുറവ് നമുക്കുണ്ടോ ആ കുറവെല്ലാം പരിഹരിക്കപ്പെടുന്നതാണ് ദൈവസഭ. ആ സഭയിൽ നിന്ന് നിനക്ക് സഹായം അയക്കുമാറാകട്ടെ. അല്ലാതെ ഒരു പാസ്റ്ററിൽ നിന്നല്ല, ഒരു വിശ്വാസിയിൽ നിന്നല്ല, കർത്താവിൻ്റെ ശരീരത്തിൽ നിന്നുള്ള സഹായം നിനക്ക് അയക്കുമാറാകട്ടെ. അടുത്ത് നോക്കണമേ, ദൈവത്തിൻ്റെ ന്യായപ്രമാണം ദൈവമക്കൾക്ക് കൊടുത്ത സ്ഥലമാണ് സിയോൻ. ആ ന്യായപ്രമാണത്തിൽ നിന്ന് നിനക്ക് സഹായം നിന്നെ താങ്ങണം. എന്താണ് അപ്പോൾ താങ്ങേണ്ടത്? ദൈവത്തിൻ്റെ ന്യായപ്രമാണമാണ് നിന്നെ താങ്ങേണ്ടത്. പലരൊക്കെ പറയും, ഹല്ലേലൂയ സ്തോത്രം, അത് പഴയ നിയമമല്ലേ, ഇത് പുതിയ നിയമമല്ലേ? എന്നാൽ പഴയ നിയമത്തിലെ ഇത് മറിക്കാതെ, പുതിയ നിയമത്തിലെ ഇത് മറിക്കാതെ മത്തായി സുവിശേഷം 5:17 ഒന്ന് വായിച്ചേ. അഞ്ചിന്റെ 17, 4-ന്റെ 17. അപ്പൊ ന്യായപ്രമാണം നീക്കുവാനല്ല, നിവർത്തിപ്പാനാണ് എൻ്റെ കർത്താവ് വന്നത്. ചിലർ പറയും അത് പഴയ നിയമമാണ്, ഇത് പുതിയ നിയമമാണ് നമുക്കുള്ളത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവർക്ക് പുതിയ നിയമമാണ് ഉള്ളതെന്നാണ്. എന്നാൽ സ്നാനം എവിടെ തുടങ്ങി? സ്നാനം തുടങ്ങിയത് അബ്രഹാമിൻ്റെ കാലഘട്ടത്തിൽ. യോർദാൻ വിട്ട് ഇപ്പുറത്ത് എന്ന് കടന്നോ അന്ന് സ്നാനം നടന്നു. 2 മോശയുടെ കാലഘട്ടത്തിൽ ചെങ്കടൽ കടന്നപ്പോൾ, അല്ല അതല്ല പൗലോസ് പറഞ്ഞിരിക്കണം, പത്രോസും പറഞ്ഞതാ,
അവർ ചെങ്കടലിലും മേഘത്തിന് കീഴിലും സ്നാനപ്പെട്ടു. അപ്പൊ സ്നാനം എന്ന് നടന്നത് പഴയ നിയമ കാലഘട്ടത്തിൽ. അത് സഭയ്ക്കകത്തല്ല നടന്നത്. സഭയ്ക്കകത്ത് 4 ശുശ്രൂഷകൾ കർത്താവ് നൽകി. ഏതൊക്കെ? ഒരു പുരോഹിതന് നൽകാൻ 4 ശുശ്രൂഷകൾ കർത്താവ് നൽകി. ഏതെല്ലാം? സ്നാനം, തിരുമേശ, വിവാഹം, മരണം. ഇതില് സ്നാനവും മരണവും എവിടെ? പള്ളിക്ക് പുറത്ത് തന്നെ. ചെങ്കടലോടെ പള്ളിക്കകത്താണോ? പഴയ നിയമത്തിൽ ചെങ്കടൽ പള്ളിക്കകത്താണോ? അപ്പൊ പള്ളിക്ക് പുറത്ത്. സ്നാനം പള്ളിക്ക് അകത്തല്ല, പുറത്ത്. മരണം പള്ളിക്ക് പുറത്ത്. തിരുമേശയും വിവാഹവും പള്ളിക്കകത്ത്. 2 ശുശ്രൂഷ പുറത്തും 2 ശുശ്രൂഷ അകത്തും. നമ്മള് വലിയ മിടുക്കന്മാരുടെ പാസ്റ്റർമാരെ മക്കളെ പോലെ എവിടെ കൊണ്ടുവച്ചാണ് നടത്തുന്നത്? പള്ളിക്കകത്താണോ? ആണോ? മണ്ഡപത്തിൽ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ദേവന്മാരുടെ പാട്ട വെച്ചിട്ട് ഒരു വെള്ള തുണി കൊണ്ട് ശവക്കല്ലറ. തന്നെ തന്നെ നിങ്ങൾ എന്തൊന്നും മിണ്ടില്ല. പള്ളിക്കകത്ത് നടക്കേണ്ടത് പള്ളിക്കകത്ത് നടക്കണം. പള്ളിക്ക് പുറത്ത് നടക്കേണ്ടത് പള്ളിക്ക് പുറത്ത് നടക്കണം. ഈ രക്ഷാകരമായ ദൈവത്തിന്റെ കൃപ നമ്മൾക്ക് ഉദിക്കണമെങ്കിൽ ആദ്യം പറഞ്ഞ 4 കാര്യങ്ങൾ നടക്കണം. താങ്ങണം, ഓർക്കണം. പിന്നെ ആദ്യം പറഞ്ഞത് സഹായം. അതിൻ്റെ മുകളിൽ കൈകൊള്ളാം. ഇത് 4 കാര്യം നമ്മളെ ജീവിതത്തിൽ ദൈവം കണക്കിട്ടാൽ മാത്രമേ. അടുത്തത് ഹൃദയത്തിൽ ആഗ്രഹം നമുക്ക് കിട്ടും. അതുവരെ ഹൃദയത്തിൽ ഇങ്ങനെ അടക്കി പിടിച്ച് എന്ത് ചെയ്യാം? ജീവിച്ചോണ്ട് നമുക്കിരിക്കാം. ഈ പ്രവണത ദൈവം നമുക്ക് തരട്ടെ. പ്രിയ ദൈവമക്കളെ, 21 സങ്കീർത്തനം കൂടെ ഒന്ന് വായിച്ചേ. 21. നോക്കണമേ, നമുക്ക് സന്തോഷിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ആഗ്രഹം ദൈവം നൽകണം. ഇല്ലാത്തടത്തോളം കാലം നമുക്ക് എന്തില്ല? സന്തോഷിക്കാൻ കഴിയില്ല. നമ്മൾ പലതുമൊക്കെ കണക്കൂട്ടി വയ്ക്കും. പക്ഷെ സന്തോഷിക്കണമെങ്കിൽ ദൈവത്തിന്റെ രക്ഷ നമ്മളിൽ വരണം. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നൽകട്ടെ. ആ സന്തോഷം വരുന്നതിന് കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്കെല്ലാം ദൈവം എന്ത് ചെയ്യുന്നു? മറുപടി തരുന്നു. അതാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും ചെറുതാകട്ടെ വലുതാകട്ടെ, ഏത് കാര്യമായിരുന്നാലും എൻ്റെ പിതാവ് എൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് ചെയ്തു തരും. അവിടെ പറഞ്ഞു, നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിക്കണമെങ്കിൽ ഈ കാര്യം നടക്കണം. അപ്പോൾ രക്ഷാകരമായ കൃപ നമ്മളിൽ ഉദിക്കും. ഇതിനകത്ത് നമ്മുടെ തലമുറയുടെ പുറത്ത് രക്ഷാകരമായ അല്ല ഈ കൃപ ലഭിക്കാത്തതിന് കാരണം അപ്പന്മാരും ഉണ്ട്, അമ്മമാരും ഉണ്ട്. പകുതി 50% മക്കളും 50% അപ്പനും അമ്മയും. മനസ്സിലായ? അവരുടെ ജീവിതത്തിൽ കിടക്കുന്നു. ഇപ്പം പകുതി അപ്പനും അമ്മയും സഹായിച്ചില്ലെങ്കിൽ മക്കൾ എത്ര പാടുപെട്ടാലും പൂർത്തിയാവുമോ? അല്ലെങ്കിൽ പകുതി ഭാരം ആരുടെ പുറത്താണ്?
മാതാപിതാക്കളെ. പകുതി മക്കളിലാണ്. മക്കൾ അത് ക്ലിയർ ആയില്ലെങ്കിൽ അപ്പനും അമ്മയും എത്ര കിടന്ന് പാടുപെട്ടാലും ബാലൻസ് കീപ്പാവൂല. ആവോ? ഇത് ദാവീദിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ദാവീദ് ജീവിച്ചിരിക്കുമ്പോൾ 2 പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചു. ഒന്ന് ദിനവൃത്താന്ത പുസ്തകം 28 20 വായന 19 വായന 19. ഒന്ന് നമ്മുടെ മക്കൾ വാടിപ്പോവും. ചില നന്മകൾ അവരെ കയ്യിൽ വന്നില്ല എങ്കിൽ അവർക്ക് നിരാശയുണ്ടാകും. അവരത് തന്നില്ലല്ല, അവർ നമ്മളെ പറ്റിച്ചല്ല. ഈ നിരാശ വരുമ്പോൾ ഇവർ ബലപ്പെടാൻ നമ്മൾ പ്രാർത്ഥിക്കണം. ഈ കുഞ്ഞുങ്ങൾ പഠിച്ചു, അവർ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ല. ചിലപ്പോൾ അത് സാറന്മാരുടെ കൈപ്പഴയായിരിക്കാം, ചിലപ്പോൾ ഇവർ പഠിച്ചതുപോലെ എഴുതാൻ ഇവർക്ക് കഴിയാത്തത് കൊണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ മക്കളോട് പറയണം, സാരമല്ല മക്കളെ, ബലപ്പെട്. ലാസ്റ്റ് പരീക്ഷയിൽ നിന്നെ ദൈവം ഉയർത്തും. നിനക്ക് എല്ലാവരെക്കാളും മാർക്ക് കിട്ടാൻ ദൈവം സഹായിക്കും. ഇനി അല്ലെങ്കിൽ ഒരു നന്മ കയ്യിൽ വന്നു, അവരെ പ്രതീക്ഷിച്ച സമയത്ത് നമുക്ക് കയ്യിൽ കിട്ടിയില്ല. മക്കളെ ഭയപ്പെടണ്ട, ഇതിനപ്പുറമായൊരു നന്മ ദൈവം നിനക്ക് കരുമെന്ന് പറഞ്ഞ് അവരെ ബലപ്പെടുത്തണം. ഇവിടെ ദാവീദ് അതാ ചെയ്ത് പറഞ്ഞത്, മോനെ നീ ബലപ്പെട്ടിരിക്കണം, നീ പതറിപ്പോകരുത്, നീ ക്ഷീണിച്ചു പോകരുത്. ആ ധൈര്യം പോട്ട് നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും, അല്ലേ? നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും, അതിനു വേണ്ടി നീ പ്രവർത്തിക്കുക. എല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഭയങ്കര ബുദ്ധിയുള്ളവരായെങ്കിൽ നമ്മളെ പോലെയുള്ള മണ്ടന്മാർ കാണുമോ? ഞാനാകുന്ന മണ്ടൻ കാണുമോ? അപ്പോൾ അവൻ ഡിഗ്രി വരെ പഠിച്ച്, അവൻ ഭയങ്കര നല്ല രീതിയിൽ ഇംഗ്ലീഷ് പറയും. അവനെ പോലെ ഞാനായിരുന്നെങ്കിൽ ഞാൻ എന്നേ വെളിയിലൊക്കെ പോകുമായിരുന്നു, അല്ലേ? അപ്പൊ എല്ലാ കഴിവും എല്ലാവർക്കും എന്ത് ചെയ്യില്ല, കൊടുക്കൂല. അപ്പൊ എന്നെ പോലെ പ്രസംഗിച്ചൊക്കെ അവൻ ഇന്ന് ഇവിടെ ഇരിക്കും. അവൻ വല്ല തർജ്ജമ ചെയ്യാനൊക്കെ വല്ലതും അങ്ങ് പോകുമായിരുന്നു. ആര്? നമ്മളെ ഡോണിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായില്ലേ? വല്ല ട്രാൻസാക്ഷൻ ചെയ്യുന്നിടത്ത് അവൻ അങ്ങ് പോകും. ഇവിടെ ഇരുന്ന് നമ്മളെ മണ്ട ഉപദേശം കേൾക്കായി അവ ഇരുന്ന് തരൂല്ല. അപ്പൊ ധൈര്യപ്പെടും മക്കളെ, നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും അത് നീ ചെയ്യുക. അടുത്ത നീ ഒന്നിലും എന്ത് ചെയ്യരുതാ. പ്രിയ ദൈവങ്ങളെ, വേദപുസ്തകത്തിൽ 365 പ്രാവശ്യം ഭയപ്പെടരുത് എന്നുള്ള വാക്ക് ഉണ്ട്. പാപം എന്ന വാക്ക് 570 പ്രാവശ്യമുണ്ട്. മനസ്സിലായ? അപ്പൊ ഡെയിലി നമ്മൾ ഒരു പ്രാവശ്യം എന്ത് ചെയ്യണം? ഒരു വിഷയത്തിൽ ഭയപ്പെടരുത്. ഏത് വിഷയത്തിൽ ഭയപ്പെടരുത്? ഭ്രമിക്കുകയും അരുത്. മക്കളെ, അപ്പനെ കൊണ്ടുവന്ന ദൈവം വെറും കാട്ടിൽ കിടന്ന എന്നെ, ആടുകളുടെ ചെള്ള് പറക്കിക്കൊണ്ടിരുന്ന എന്നെ, ആടുകളുടെ കാതിലെ ഉണ്ണി പറക്കിക്കൊണ്ടിരുന്ന എന്നെ, ആടുകളുടെ കാതിലെ കായം തേച്ച് ഹല്യസ്വദനം ചുരണ്ടിക്കൊണ്ടിരുന്ന എന്നെ ഈ രാജകൊട്ടാരത്തിൽ കൊണ്ടുവന്ന ദൈവം നിന്നെയും കൊണ്ടുവരും. നിന്നെയും കൊണ്ടുവരും, അല്ലേ? ദാവീദ് പറയണ വാക്ക് കണ്ട, നീ ഭ്രമിക്കരുത്. എടാ, യുദ്ധ തൽപരന്മാരായ 3 എണ്ണം എന്റെ വീട്ടിൽ കിടക്കുമ്പോൾ ഗോലിയാദിനെ കൊല്ലാൻ ഒരൊറ്റ കവണിയിലെ ഒരു കല്ലുകൊണ്ട് എനിക്ക് ജയം തന്ന എന്റെ ദൈവം നിന്നോടുകൂടെ ഉണ്ട്. പറഞ്ഞിങ്ങനെ മക്കളെ ബലപ്പെടുത്തേണ്ട ദൗത്യം ആക്കാണ് നമുക്കുള്ളത്. അടുത്ത
കാര്യം ശുശ്രൂഷയല്ല. നമ്മളെ മക്കൾക്ക് വേണ്ടി മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും, നിന്റെ മരണം വരെയുള്ള കാര്യങ്ങളും നിനക്ക് വേണ്ടി നിവർത്തിക്കുന്നത് വരെ എൻ്റെ ദൈവം നിന്നെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. മക്കൾക്ക് വേണ്ടി ഇത് പ്രാർത്ഥിച്ച് അവരെ അനുഗ്രഹിക്കേണ്ട ഉത്തരവാദിത്വം എല്ലാ മാതാപിതാക്കൾക്കും ഉണ്ട്. 28:19 കൂടെ വായര്. 29:19. അല്ല, അവന്റെ ജീവിതത്തിൽ അവൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാൻ എന്തുകൂടെ കൊടുക്കണം? ഏകാഗ്ര ഹൃദയം കൂടെ അവന് കൊടുക്കണം. ഇതാണ് 50% പ്രാർത്ഥന. മനസ്സിലായ? അടുത്ത 50% ആരുള്ളതാണ്? മക്കളുടെ കൈകളുടെ പ്രവൃത്തി. ഈ 50 കൂടെ വരുമ്പോഴേ 100% ആകുള്ളൂ. അപ്പോഴേ അവർക്ക് നല്ല നിലത്ത് വീഴുന്ന വിത്ത് ആകാൻ കഴിയും. ഇല്ലാത്ത തലമുറയ്ക്ക് 100 മേനി കായ്ക്കാൻ കഴിയില്ല. അവർക്ക് നല്ല നിലത്ത് വീഴുന്ന വിത്ത് ആകാനും. അപ്പോൾ രക്ഷാകരമായ ദൈവകൃപ ഉദിക്കണമെങ്കിൽ പ്രിയ ദൈവമക്കളെ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.